ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പിയും ശ്യാമയും സത്യഭാമയുടെ വീട് വിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്നുണ്ട്. വീട് വിട്ട് പോകാൻ നേരത്തും ഭാമ ശ്യാമയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. വാതിൽപ്പടി വരെ എത്തിയപ്പോൾ വിഷമം സഹിക്കാനാകാതെ പപ്പി ഓടി വന്ന അച്ചച്ച എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് രാഘവനെ. പപ്പി തിരികെ വന്നപ്പോൾ പൊട്ടിക്കരയുകയാണ് രാഘവനും. അവിടെ നിന്ന് കണ്ട പിള്ളച്ചേട്ടനും പൊന്നിയും അതുപോലെ തന്നെയാണ് കരയുന്നത്. ഭാമ അപ്പോഴേ മുകളിലേക്ക് പോയിരിക്കുന്നു, ബാൽക്കണിയിൽ പോയിരിക്കുന്നുണ്ട്. വിഷമം അവരുടെ മുന്നിൽ കാട്ടിയില്ല എന്ന് മാത്രം ബാൽക്കണിയിൽ പോയിരുന്ന് കരയുകയാണ് ഭാമയും. പപ്പിയും അച്ചച്ചനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്, അതുപോലെ ശ്യാമയും. രാഘവൻ വീണ്ടും അവരോട് പൊയ്ക്കോളാൻ പറയുകയാണ്. ബാഗ് എടുത്തിട്ട് വീണ്ടും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ശ്യാമയും പപ്പിയും അവിടെ നിന്നും പോകുന്നു. മുകളിൽ ബാൽക്കണിയിലിരുന്ന് അവർ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഭാമ. പപ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാമ ഇങ്ങനെ നോക്കി വിഷമത്തോടെ ഇരിക്കുന്നത് കാണുന്നു. അമ്മയെ സത്യാമ്മ എന്ന് പറഞ്ഞ് പപ്പി ശ്യാമയെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്യാമയും പപ്പിയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ശാലിനിക്ക് ഇങ്ങനെ ഓറഞ്ചൊക്കെ എടുത്ത് കൊടുക്കുകയാണ് വിഷ്ണു. ശാലിനിയുടെ അരികിൽ തന്നെയാണ് എപ്പോഴും വിഷ്ണു ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നോളൂ, പക്ഷെ അതിനൊപ്പം വീട്ടിലെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അവിടെ എന്തായി കാര്യങ്ങൾ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളുമെന്ന് വിഷ്ണു. വിഷ്ണുവേട്ട, അവിടെ അച്ഛൻ്റെ അവസ്ഥ അറിയില്ലേ? അച്ഛന് വിഷ്ണുവേട്ടനുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. സത്യാമ്മ അച്ഛനെ കുറ്റപ്പെടുത്താനേ നോക്കത്തുള്ളൂ. വിഷ്ണുവേട്ടൻ ഇപ്പോൾ എൻ്റെ അരികിൽ നിൽക്കുന്നതിന് അച്ഛൻ ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരും. വിഷ്ണുവേട്ടൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലണം. കളക്ടർ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരെ നന്നായിട്ട് ശ്രദ്ധിച്ചോളും. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നടന്നോളും. കൂടെ ആരും എൻ്റെ ഒപ്പം നിൽക്കണമെന്നില്ല, പക്ഷെ അവിടെ ആരുമില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ്. എന്നാലും തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കിങ്ങനെ പോകാൻ കഴിയുന്നത്? പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകുമോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. വിഷ്ണുവേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ലെന്നൊക്കെ ശാലിനിയും പറയുന്നു. അവിടേക്ക് അനു വരുന്നുണ്ട്. വിഷ്ണുവേട്ടൻ പോയിക്കോളൂ, ഇപ്പോൾ ഇവിടെ അനു ഉണ്ടല്ലോ എന്ന് പറയുന്നു. ഓഫീസിൽ എഡി ജോൺ എബ്രഹാം ചാർജ് എടുത്തു എന്ന് അനു ശാലിനിയോട് പറയുന്നു. ശാലിനി മാഡം എത്തുന്നത് വരെ എഡിഎമ്മിനായിരിക്കും ചാർജ് എന്നും അനു പറയുമ്പോൾ ശാലിനി പറയുന്നു, അപ്പോൾ യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ജപ്തി നടപടിക്ക് വേണ്ടി അവർക്ക് ശാലിനി വിഷ്ണുവിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ഈ പറയുന്ന ജോൺ എബ്രഹാം സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും വലങ്കയാണ്. അവിടെ ഇനി പലതും നടക്കും മാഡം. അതിനുള്ള അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അതിനുള്ള സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് അനു പറയുന്നുണ്ട്. വിഷ്ണുവേട്ട, ഇനി ഒട്ടും വൈകിക്കേണ്ട. ജോൺ എബ്രഹാം കൂടി വന്ന സ്ഥിതിക്ക് ഇനി എന്തും സംഭവിക്കാമെന്ന് ശാലിനി പറയുന്നു. സാറ് പോയിട്ട് വന്നോളൂ, മേഡത്തിനടുത്ത് ഞാനുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചോളാം എന്ന് അനു പറയുന്നുണ്ട്. അവിടേക്ക് ഒരു സിസ്റ്റർ വന്നു 2 മെഡിസിൻ വാങ്ങാനായി പറയുന്നു. വിഷ്ണു അത് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എടോ ഇതാ ഞാൻ പറഞ്ഞത്, പോകുന്നില്ലെന്ന്. ഇവിടെയും ആവശ്യങ്ങളില്ലേ, ഞാനത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. ശാലിനി പറയുന്നു, ആ എസ്റ്റേറ്റിലുള്ള പോക്ക് മുതൽ ജോൺ എബ്രഹാമിന്റെ വരവ് വരെ ഒരു ബ്രില്യൻ്റായ തിരക്കഥ മാത്രമാണ്. ഇനി ഈ തിരക്കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതാണ് സത്യാമ്മയുടെ വീടിന് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. സത്യാമ്മ പറഞ്ഞതിനനുസരിച്ച് ഒരു കൂട്ടം ആൾക്കാരെ ബഹുമാനിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ വീട്. ആ വീടാണിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സത്യാമ്മ പിടിച്ചു നിൽക്കും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് സത്യാമ്മയ്ക്കുണ്ട്. പക്ഷെ അച്ഛന് ഇത് നീന്തിക്കിടക്കാൻ പാടാണ്. അച്ഛൻ്റെ കാര്യത്തിലേ ഉള്ളൂ എനിക്ക് പേടി. അതുകൊണ്ടാണ് വിഷ്ണുവേട്ടനോട് അങ്ങോട്ട് പോകാൻ പറയുന്നത്. പന്തിപ്പോൾ അവരുടെ കയ്യിലാണ്. നീക്കങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. കരുതിയിരിക്കണം, വളരെയധികം കരുതലോടെയെന്നും ശാലിനി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സത്യയെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി ശാരദാമ്മ പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശാന്താൻറ്റി വരുമെന്നും ശാരദാമ്മ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്നും ശ്യാമയും പപ്പിയും ഇറങ്ങുന്നു. ശാരദാമ്മ എന്ന് പറഞ്ഞ് ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പി. എന്താണ് ഉണ്ടായത്? കുഞ്ഞെന്തിനെ കരയുന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കാനിടയില്ലാതെ ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിധി ഞങ്ങൾ അനുഭവിക്കുക തന്നെ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, എന്താണ് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? കെട്ടിക്കൊണ്ടുവന്ന ആളെന്തിയെന്ന് അവർ ചോദിക്കുന്നത്. അത് ശരിയല്ലേ? രോഹിത് അവിടെയില്ല, അവിടേക്ക് വരുന്നുമില്ല. പിന്നെ എന്ത് ധൈര്യത്തിൽ അവിടെ നിൽക്കേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കേണ്ടെന്ന് തന്നെയാണ് സത്യാമ്മ പറഞ്ഞത്. രോഹിത്തിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അവർക്കാണുള്ളത്, നമ്മൾക്കല്ലെന്ന് ശാരദാമ്മ. അവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയതല്ലോ. അപ്പൊ പിന്നെ എവിടെയാണെങ്കിലും അവനെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ ജീവിതം തകരാതെ നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒഴിവാക്കി വിടാൻ കഴിയില്ല. കോടതിയിൽ പോയാൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏത് നിമിഷവും അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതാണ് ആ സ്ഥിതിക്ക് ഞാനും കൂടി അവിടെ നിന്നാൽ അച്ഛനും ഇതേ അഭിപ്രായമാണ്. അതാണ് ഒന്നും നോക്കാതെ ഞാൻ ഇവളെയും നോക്കിക്കൂട്ടി ഇറങ്ങിയതെന്നും ശ്യാമ പറയുന്നു. എന്നിട്ട് ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ശാരദാമ്മ പപ്പിയെ സമാധാനിപ്പിക്കുകയാണ്. സത്യ ഉണ്ടല്ലോ ഇവിടെ കൂട്ടിനെ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യയോട് കൂട്ടിക്കൊണ്ടു പോകാനായി പറയുന്നു. അങ്ങനെ സത്യ
പപ്പിയും കുട്ടി അകത്തേക്ക് പോകുന്നു. ശ്യാമമ്മളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ശാലിനി കുഞ്ഞ് ഇതെല്ലാം സഹിച്ചത്. എന്നിട്ടിപ്പോൾ എന്നെ ശാന്ത പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഈശ്വരന് ഓരോരോ തീരുമാനങ്ങളുണ്ട്, വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് രാഘവനെയാണ്. പിള്ളച്ചേട്ടനും ഒക്കെയുണ്ട് അവിടെ. ഇപ്പോൾ എല്ലാവരെയും പുറത്താക്കിയിരിക്കുകയാണ്. പോലീസുകാർ വന്നിട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിടുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ പുറത്തിരിക്കുകയാണ്. ചന്ദ്രബോസാണ് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത്. സുസ്മിതയെ ഫോൺ വിളിക്കുന്നുണ്ട്. സത്യഭാമയുടെ കയ്യിലാണെങ്കിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. സത്യഭാമ ഇത്രയൊക്കെ ആയിട്ടും ഒരു കൂസലമില്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ശരി, ഈശ്വരന്മാർക്ക് എന്നും കൊടുക്കുന്നത് ഞാൻ എന്നും കൊടുക്കും, വീട് എവിടെയാണെങ്കിലും ശരി എന്നൊക്കെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സത്യഭാമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടേക്ക് വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണു വന്നപ്പോൾ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂട്ടുകിടപ്പുകാരൊക്കെ അങ്ങ് വന്നല്ലോ. വന്നപ്പോൾ ഉണ്ടായ കൂടങ്ങ് പോയല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മോൻ വല്ല കടത്തിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? പിച്ചക്കാർ വരുന്നതിന് മുമ്പ് വേഗം പോയി സ്ഥലം പിടിക്കും. കടത്തിനെയോ പാലത്തിന്റെ അടിയിലോ ഏതായാലും മതി. ഇനിയെല്ലാം നമുക്ക് സ്വർഗമല്ലേ എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഇതെല്ലാം നമുക്ക് സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ലേ, വിഷമിക്കാതിരിക്കും. എനിക്കൊരു വിഷമവും ഇല്ല. ഇപ്പോൾ എൻ്റെ വിളക്കിന്റെ തട്ടം കാണുന്നില്ല. അത് അവരെടുത്തിട്ടപ്പോൾ എവിടെയോ പോയതാണ്. എന്തായാലും എടുത്തിടുന്നു. അത് അവർക്ക് കുറച്ച് മര്യാദയ്ക്ക് എടുത്തിട്ടൂടെ എന്നൊക്കെ ഭാമ പറയുന്നു. ഒരു സാധനവും മര്യാദയ്ക്ക് ഇനി ഉപയോഗിക്കരുത് എന്ന വാശിയിലാണ് ഇവർ. അത് ഞാനിപ്പോൾ എവിടെ പോയി നോക്കാനാ? അല്ലെങ്കിലും അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലുള്ളവരോട് എടുത്ത് ഇറങ്ങിക്കോളാൻ അവർ പറഞ്ഞതാ. പക്ഷേ ഇവിടെ ആരിയ്ക്കുന്നോ? കൈയും കാലും തളർന്നിരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാനാ? പിന്നെയുള്ളത് പിള്ളയും. അതിലും കഷ്ടമാ. മകനുള്ളത് അച്ചിക്ക് കൂട്ടുകിടക്കാൻ പോയത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. എന്നിട്ട് പൊന്നിയോട് പറയുന്നു, ഡി നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ആ തട്ടമെങ്കിലും നോക്കിയെടുക്കുക. അവള് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, കണ്ണു നിറഞ്ഞ്. രാഘവനാണെങ്കിൽ ആ ഉമ്മറത്ത് അങ്ങനെ ചാരിയിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിള്ളച്ചേട്ടനെ സമാധാനിപ്പിക്കുകയാണ് വിഷ്ണു. ശാലിനിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് രാഘവൻ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, കുഴപ്പമില്ല, ഭേദമായച്ച, കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരും. രാഘവൻ വളരെ സങ്കടത്തോടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു, കുറച്ച് അകലെയായിരുന്നു കല്ലൊക്കെ കൊണ്ടിട്ടത്. ചുമന്ന് തലയിൽ ചുമന്നാണ് കല്ലൊക്കെ ഇവിടെ കൊണ്ടിട്ടത്. ആദ്യം 2 റൂമും ഒരു അടുക്കളയും ഒക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ സങ്കടത്തോടെ രാഘവൻ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു അതൊക്കെ കേട്ട് സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഓരോ സാധനങ്ങളും പുറത്തേക്ക് എടുത്തിടുന്നില്ലേ, അതൊക്കെ ഒരുപാട് വിയർത്തുണ്ടാക്കിയതാണ്. നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? ഒരു മാറ്റം അതെന്തായാലും വേണം. പിന്നെ എല്ലാം കൈവിട്ട് പോയത് കൊണ്ട് ഈശ്വരൻ്റെ വിളി വരുമ്പോൾ ധൈര്യമായിട്ട് അങ്ങ് പോവാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ ഒരു മടി കാണുവേ എന്നൊക്കെ രാഘവൻ സങ്കടത്തോടെ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിള്ള ഇവർ വന്നപ്പോൾ മുതലുള്ള കരച്ചിലാണ് ഈ കരയുന്നത്. ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയതാ, പിന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ എന്നെയും കൂടി കരയിക്കാൻ നോക്കുമെന്നും രാഘവൻ പറയുന്നു. ഒടുവിൽ പൊന്നിക്കാണെങ്കിൽ ആ തട്ട് കിട്ടുന്നുണ്ട്.